ഹായ് ഫിച്ച് ഡോക്ടേഴ്സ്. നമ്മുടെ XPL ബാച്ച് ഇതാ ലോഞ്ച് ആയില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് മുമ്പ് നിങ്ങൾക്കായിട്ട് ഇതിനു മുമ്പ് നമ്മുടെ ധീരയൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്ത് ബാച്ചിനെ കുറിച്ച് പറഞ്ഞു, ഫീനിക്സ് ബാച്ചിനെ കുറിച്ച് പറഞ്ഞു. അതിനു മുമ്പ് നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് വന്നത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഫാസ്റ്റ് ട്രാക്കിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്മുടെ എല്ലാ ബാച്ചും ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് കുട്ടികൾ എല്ലാവരും ചോദിക്കുന്നത്, ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? എനിക്ക് ഇതിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ എനിക്ക് എന്റെ പെൻഡിങ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, അതെനിക്ക് യൂസ്ഫുൾ ആവുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി വന്ന് തരണം തോന്നി. ആരാണ് XPL ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു റിപ്പീറ്റർ ആണെങ്കിൽ, അതായത് നിങ്ങൾ നീറ്റ് 2023 അല്ല 22, 23, 24 ഒക്കെ എഴുതുന്ന ആളാണ്. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ എത്താൻ, നിങ്ങളുടെ ഡ്രീം കോളേജിൽ എത്താൻ നിങ്ങൾക്ക് ഇതുവരെ ആ സ്കോറിൽ എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് സിലബസ് നന്നായിട്ട് അറിയാം, എക്സാമിന്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാം, കാരണം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം എഴുതിയ ആളാണ്. ടൈം മാനേജ്മെന്റ് സംഭവം ഒന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണ്ടത് ഒരു അടിപൊളി റിവിഷൻ ആണ്. അതായത് സിലബസ് മൊത്തത്തിൽ ഒന്ന് നോക്കണം, കുറച്ച് ക്വസ്റ്റ്യൻസും നോക്കണം. അങ്ങനെ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ XPL ബാച്ചിന്റെ ജസ്റ്റ് നിങ്ങൾ ലൈവ് ക്ലാസ് മാത്രം കാണുന്നത് പോലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ഇനി ലൈവ് കയറാൻ പറ്റുന്നില്ലാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ശരിക്കും നിങ്ങൾ റെക്കോർഡഡ് കണ്ട് ലൈവിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണ്, നിങ്ങൾക്ക് സിലബസ് ഒരുവിധം അറിയാവുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബിക്കോസ് ഇത് നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും ഇത്. അപ്പൊ ഇത് നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ ആകും. ഇത് കഴിഞ്ഞ് നമുക്ക് XPL 2.0 വരും. പിന്നെ നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിൽ നിങ്ങൾ നീറ്റ് 2024 എഴുതി, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ 2024 പിന്നെ എക്സാമിന്റെ നടത്തിപ്പിലും അതും കഴിഞ്ഞ് റിസൾട്ട് വന്ന് നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കോൺട്രവേഴ്സീസിൽ പെട്ട് കുറെ സമയം നഷ്ടപ്പെട്ടു. പിന്നുള്ളൊരു ഗ്രൂപ്പാണ് റിപ്പീറ്റേഴ്സും കൗൺസിലിങ്ങിന് വെയിറ്റ് ചെയ്തവർ. അപ്പൊ നിങ്ങൾ കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്തു. ഇപ്പൊ സ്ട്രേ റൗണ്ട് ഇപ്പോഴാണ് കഴിഞ്ഞത്. സ്ട്രേ റൗണ്ടിലും നിങ്ങൾക്ക് ചിലർക്ക് ആഗ്രഹിച്ച കോളേജിൽ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലർക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് നല്ല സ്കോറൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്കറിയോ 680 മുകളിലുള്ള 690 മുകളിലുള്ള കുട്ടികൾക്ക് പോലും അവർക്ക് ആഗ്രഹിച്ച കോളേജിൽ കിട്ടാഞ്ഞിട്ട് ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങളും ചിലപ്പം അടിപൊളി മാർക്കൊക്കെ വാങ്ങിയിട്ടും ആഗ്രഹിച്ച കോളേജിൽ കിട്ടാത്തവരായിരിക്കും. സോ അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്നും കൂടി എഴുതി നോക്കണം എന്നുള്ള ഒരു മൈൻഡാണ് ഇപ്പം നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗിവ് ദിസ് ബാച്ച് എ ട്രൈ. ബിക്കോസ് ഇവിടെ നിങ്ങൾ സിലബസ് പഠിക്കുന്നുണ്ട്. ഒരുപാട് നമ്മളുടെ ഇപ്പം നമ്മൾ 10 ദിവസം കൊണ്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ഇത് 3 ദിവസത്തെ മൊഡ്യൂൾസ് ഒക്കെ ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ചാപ്റ്റേഴ്സ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാകും. ബട്ട് സ്റ്റിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. എല്ലാവർക്കും ഒരു സംശയമാണ്, അത് എല്ലാം കവർ ചെയ്യും. എല്ലാം കവർ ചെയ്യും ഒരു ചാപ്റ്ററിലെ. പക്ഷേ അതിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിന്റെ ഡെപ്ത് ഇറ്റ് വിൽ നോട്ട് ബി ദ സെയിം ആസ് യു ടേക്കിംഗ് 6 days or 10 days ടു ലേൺ എ ചാപ്റ്റർ. അപ്പൊ ആ ഒരു ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ബേസിക്കലി ഇത് നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ പ്രോഗ്രാം ആയിരിക്കും. പിന്നെ ഇതേപോലെ കൗൺസിലിങ്ങിനൊക്കെ വെയിറ്റ് ചെയ്ത് എന്താ പറയാ, സിലബസ് ആയിട്ട് ഒരു ടച്ച് ഉണ്ടാവില്ലല്ലോ നിങ്ങൾക്ക്. ഇപ്പോൾ ടച്ച് വിട്ടു പോയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് കോളേജിൽ കയറാന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബുക്സും ഇതെല്ലാം വേണ്ടാന്ന് വെച്ചു ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നോട്ട്സ് എന്താണ്, സിലബസ് എന്താണ്, ഇതിനൊന്നും ഒരു ഐഡിയ ഇപ്പൊ എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആദ്യം മുതൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരു അവസരമായിരിക്കും. പിന്നെയുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മളുടെ +2 ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. അപ്പൊ നിങ്ങൾ നീറ്റ് എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരാണ്. നിങ്ങൾക്കായിട്ട് നമ്മൾ ഓൺലൈൻ ബാച്ചുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലൊക്കെ ചേർന്നിട്ടും സ്കൂളിലെ വർക്ക് കൊണ്ടും ഒരുപാട് റീസൺസ് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിൽ കലോത്സവം, ആക്ടിവിറ്റി, അങ്ങനെ കായികമേള, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുമല്ലോ. അപ്പൊ ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഇത് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറെ പെൻഡിങ് വന്നു. റിപ്പീറ്റേഴ്സിന്റെ കാര്യത്തിലും റിപ്പീറ്റേഴ്സിന്റെ കാര്യത്തിലും ഒക്കെ ഇത് നടക്കാം. അതായത് ബാക്ക്ലോഗ്സ് വന്നു, കുറെ പെൻഡിങ് ടോപ്പിക്സ് വന്നു. അപ്പം എങ്ങനെയുള്ള ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഈ പെൻഡിങ് ടോപ്പിക്സിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു ബാച്ചും കൂടെയാണ് ഇത്. ഇപ്പം നിങ്ങൾക്കിപ്പം ഒരുവിധം സിലബസ് അറിയാം, പക്ഷെ ചില ടോപ്പിക്സ് ഒന്നും അറിയില്ല. അപ്പൊ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് ഒരുപാട്, കാരണം റെക്കോർഡഡ് സെഷൻസും ഉണ്ട്, ലൈവ് സെഷൻസും ഉണ്ട്. അതിലുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നമ്മുടെ ആപ്പിലുള്ള ഫെസിലിറ്റി ആയിട്ടുള്ള ഡൗട്ട് സോൾവിംഗ് ഉണ്ട്, AI ഗുരു ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഇൻഫിനിറ്റി പ്രാക്ടീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ പിന്നെ പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ട്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കായിട്ടൊക്കെ ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് ഈ ബാച്ചിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ. അപ്പോൾ +2നോടൊപ്പം തന്നെ പഠിച്ച് നീറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം ആയിരിക്കും നിങ്ങളുടെ +1ന്റെ സിലബസ്. +2ലെ സംഭവം നിങ്ങൾക്ക് ഒരുവിധം സെറ്റ് ആയിരിക്കും, പക്ഷെ +1ലെ സിലബസ് നിങ്ങൾക്ക് ഒന്നും അറിയണ്ടാവില്ല, അല്ലെങ്കിൽ എത്ര പഠിച്ചതൊന്നും ഒക്കെ മറന്നു പോയിട്ടുണ്ടാവും.
അപ്പം അത് ആദ്യം മുതൽ തുടങ്ങണം. കാരണം XPL നമ്മൾ ആദ്യം മുതലാണ്, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 11th ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് ഫുൾ നിങ്ങളെ പഠിപ്പിച്ച് ക്വസ്റ്റ്യൻസും ചെയ്ത് ടെസ്റ്റും എഴുതിപ്പിച്ചിട്ടാണ് നമ്മൾ +2 ടോപ്പിക്സിലേക്ക് പോവുക. അപ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ എൻറ്റയർ തിങ് നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം +1 നല്ലപോലെ പഠിച്ച് ആ ഒരു ടെൻഷൻ തീർക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, പെൻഡിങ് വന്നവർക്ക് ആ പെൻഡിങ് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരവും ഈ ബാച്ചിൽ പഠിക്കുന്നവർക്കുണ്ട്. പിന്നെ +2 ഒക്കെ പഠിക്കുന്നവർക്കും റിപ്പീറ്റേഴ്സിനും ഒക്കെ ആയിട്ട് ഇനി അങ്ങോട്ടുള്ള നമ്മളുടെ എല്ലാ എക്സാമുകളിലേക്കും മോക്ക് എക്സാമുകളിലേക്കും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആക്സസ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ പാർഷ്യൽ ഡ്രോപ്പേഴ്സ്. അതായത് നിങ്ങൾ പിന്നെ എന്താ, നിങ്ങൾക്ക് കൗൺസിലിങ്ങിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച കോളേജിൽ കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾ വീട്ടുകാർ നിർബന്ധിച്ച് വേറെ എന്തെങ്കിലും കോഴ്സിനൊക്കെ ചേർത്തു, പക്ഷെ നിങ്ങൾ അവിടെ ഒട്ടും ഹാപ്പി അല്ല, നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും MBBS ഞാനൊരു ഡോക്ടർ ആണെന്നുള്ള ഒരു ഡ്രീമിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. എനിക്ക് ഒരുപാട് കുട്ടികളുടെ മെസ്സേജ് വരാറുണ്ട്, മിസ്സേ വീട്ടുകാർ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു കോളേജിൽ ചേർന്നു, പക്ഷെ ഞാനിവിടെ ഒട്ടും ഹാപ്പി അല്ല, എനിക്ക് നീറ്റ് ഒന്നും കൂടി എഴുതണമെന്നുണ്ട്, പക്ഷെ ഇതിനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് എനിക്കില്ല, എനിക്ക് പൈസ തന്ന് സഹായിക്കാൻ ആരുമില്ല, വീട്ടുകാർക്ക് ഇനി ഞാൻ പഠിച്ച് മാർക്ക് മേടിക്കുന്ന വിശ്വാസമില്ല, അങ്ങനെയൊക്കെ ഒരുപാട് മക്കൾ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു അവസരം കൂടിയാണിത്. ഇതിന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള ഫീസാണ്. ഈ ഫീസിൽ നിങ്ങൾക്ക് നമ്മുടെ ഇതിലേക്ക് ആക്സസ്, ആപ്പിലേക്ക് ആക്സസ്, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ്, നിങ്ങൾ വേറെ എന്താ പറയുക കോഴ്സ് കോളേജിൽ പഠിക്കുകയാണെങ്കിലും ഈവനിങ് ടൈമിലൊക്കെ വന്ന് നിങ്ങൾക്ക് ക്ലാസ് കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിനായിട്ട് നമ്മുടെ മെറ്റീരിയൽ ആപ്പിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഈ ബാച്ചിലുണ്ട്. അപ്പം ഭയങ്കര ഹെഫ്റ്റി ഫീസൊന്നും കൊടുക്കാനില്ലാത്തവർക്ക് വളരെ മിതമായ ഒരു ഫീസാണ് നമ്മുടെ ഈ XPL അപ്പം നിങ്ങൾക്ക് അതും എന്നുവെച്ചാൽ ഭയങ്കര റിയൽ എന്താ പറയാ, ഏതൊരു സാധാരണക്കാർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീസാണ്. അപ്പൊ അതും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ പ്രോബ്ലം. അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാർഷ്യൽ ഡ്രോപ്പേഴ്സ് പറ്റുമെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു എൻറ്റയർ സിലബസിന്റെ നല്ലൊരു ബ്രഷ് ത്രൂ ആയിരിക്കും. പിന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിലും യു ഹാവ് XPL 1.0 നൗ. ഇത് കഴിയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് റിവിഷൻ വരും, XPL 2.0 വരും, LMRP, അങ്ങനെ ഒരുപാട് റിവിഷൻ പ്ലാൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ഇതിലൊന്നും പെടാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു, 2025 നല്ല പോലെ നല്ല മാർക്ക് മേടിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കുറെ ഡിസ്ട്രാക്റ്റഡ് ആയി, കുറച്ച് ഈ എക്സാമിന്റെ പ്രശ്നങ്ങളും റീനീറ്റ് ഉണ്ടാവുമോ അത് ഇത് കൗൺസിലിങ് അങ്ങനെ കുറച്ച് സമയം പോയി. പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻ, കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഡിസ്ട്രാക്ഷൻ, അല്ലെങ്കിൽ ഫാമിലി പ്രഷർ, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ, എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇതുവരെ എവിടെയും എത്താത്തവരാണെങ്കിൽ, സിലബസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും അറിയേയില്ല, നിങ്ങളൊന്നും നോക്കിയിട്ടില്ല, 0 ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം 2025 നീറ്റ് നല്ല ഹൈലി കോമ്പറ്റീറ്റീവ് ആയിരിക്കും. ഒരുപാട് ക്വാളിറ്റി റിപ്പീറ്റേഴ്സ് ഉള്ള ഒരു വർഷം കൂടെയാണിത്. അപ്പൊ ഇതൊക്കെ കൊണ്ട് നിങ്ങൾ നല്ല സ്ട്രെസ്സിലാണ്. അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് പഠിച്ചാൽ എനിക്കിപ്പം ഒരു 100 മാർക്കൊക്കെ കിട്ടുന്നുള്ളൂ, എനിക്കൊരു 600+ എത്താൻ പറ്റുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ യു ക്യാൻ, ഇഫ് യു ആർ റെഡി ടു വർക്ക് ഹാർഡ്. നിങ്ങൾ ഇനി അങ്ങോട്ടാണെങ്കിലും ഈ ബാച്ചിൽ ചേർന്ന്, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഡെപ്തിൽ, നമ്മൾ 10 ദിവസം എടുത്ത് ഒരു ചാപ്റ്റർ പഠിക്കുന്നത് പോലെ ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മുടെ XPL ബാച്ചിലുള്ളത്. നിങ്ങളെ എല്ലാ സംഭവവും ഞങ്ങൾ പഠിപ്പിച്ചു തരും, ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കും, നിങ്ങൾക്ക് ടെസ്റ്റും എഴുതാനുള്ള അവസരമുണ്ട്, ഡൗട്ട് ക്ലിയറൻസിനുള്ള അവസരമുണ്ട്. എവ്രിതിങ് ഇസ് സ്റ്റഡി മെറ്റീരിയൽ വേണ്ടവർക്ക് അതും യൂസ് ചെയ്യാം. സി, ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് ഫ്രം page 1 ഓഫ് യുവർ പ്രിപ്പറേഷൻ, അതിനും ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും എത്തിയില്ല, ഞാൻ എവിടെ അല്ലാന്ന് വിചാരിച്ച് വിഷമിക്കുന്നവർക്ക് ദാ ഈ XPL വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇവിടെ നിങ്ങൾ ഫുൾ സിലബസ് നോക്കും, അത് കഴിഞ്ഞ് XPL 2.0 വരും, അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് മാരത്തോൺസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഒക്കെ ലാസ്റ്റിലാവുമ്പോഴേക്കും വരുമല്ലോ. നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യിപ്പിച്ച് 3500+ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആപ്പിൽ തന്നെ നിങ്ങൾക്കായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടേ നിങ്ങൾ നീറ്റ് എക്സാം ഹാളിലേക്ക് പോകുള്ളൂ. സോ ഇനിയും ഒരു തീരുമാനം എടുക്കാൻ ഇല്ലെങ്കിൽ പ്ലീസ് ഡിസൈഡ്. നിങ്ങൾ ഇതിൽ ഏത് ഗ്രൂപ്പിൽ പെട്ട ആളാണെങ്കിലും, നിങ്ങൾ ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ച് പെൻഡിങ് വന്ന ആളാണെങ്കിലും, നമ്മുടെ ബാച്ചിലെ തന്നെ കുട്ടിയാണെങ്കിലും, നമുക്കറിയാം സൈലത്തിന്റെ ഓൺലൈൻ ബാച്ചിലുള്ള മക്കൾക്ക് എല്ലാവർക്കും ഇതിലേക്ക് ഫ്രീ ആക്സസും ഉണ്ട്. അപ്പൊ അതൊക്കെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് XPL ബാച്ചിൽ കാണാം. ബൈ.